നമസ്കാരം. സുപ്രീം കോടതിയെ സംബന്ധിച്ച നിലപാട് ഉറച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. സുപ്രീം കോടതിയെ സംബന്ധിച്ച ജഡ്ജി പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞയിടെ വിവാദമായിരുന്നു. ഇപ്പോൾ വീണ്ടും നിലപാട് ആവർത്തിക്കുകയാണ് അദ്ദേഹം. ജുഡീഷ്യൽ പരിധി ലംഘനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മുറുകുന്നതിനിടെ പ്രതികരണവുമായാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഭരണഘടനാ ഉള്ളടക്കത്തിന്റെ ആത്യന്തിക യജമാനന്മാർ എന്നും പാർലമെന്റിന് മുകളിൽ ഒരു അധികാരവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രതികരണം. ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്നു, പക്ഷേ ഉത്തരവാദിത്തമില്ല എന്ന് ജുഡീഷ്യറിയെ വിമർശിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. പാർലമെന്റ് പരമോന്നതമാണെന്നും അദ്ദേഹം വാദിച്ചു. അടിയന്തരാവസ്ഥയിൽ എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതെന്നും അതിനെ സുപ്രീം കോടതി ശരിവെച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൊതുജനപ്രതിനിധികൾ ചിലപ്പോഴൊക്കെ അവരുടെ തിരഞ്ഞെടുപ്പുകളിലൂടെ കർശനമായ ഉത്തരവാദിത്തമുള്ളവരാണ്. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി ഉത്തരവാദിത്തമുള്ളവരായിരുന്നു. ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടിയാണ്. അത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ സംരക്ഷണത്തിന്റെ ഒരു കലവറയാണ്. ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭരണഘടനാ ഉള്ളടക്കം എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിന് മുകളിലുള്ള ഒരു അധികാരിയുടെ ഭരണഘടനയിൽ ദൃശ്യവൽക്കരണമില്ല. പാർലമെന്റാണ് പരമോന്നതം. രാജ്യത്തെ ഓരോ വ്യക്തിയെയും പോലെ അത് പരമോന്നതമാണ് എന്നും ധൻഖർ കൂട്ടിച്ചേർത്തു. ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയിൽ മൗലികാവകാശങ്ങൾ എങ്ങനെ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നും രാജ്യത്തെ 9 ഹൈക്കോടതികളുടെ വിധി ന്യായങ്ങൾ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ആ തീരുമാനത്തെ ശരിവെച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.